കേരളത്തിൽ പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യം വീണ്ടും സജീവമായിരിക്കുകയാണ്. പുതിയ ജില്ലാ രൂപീകരണ ആവശ്യം ദീർഘകാലമായി ചർച്ചയിലുള്ള ഒരു വിഷയമാണ്. നിലവിൽ 14 ജില്ലകളുള്ള കേരളത്തിൽ ഭരണപരമായ കാര്യക്ഷമതയും വികസനത്തിൻ്റെ തുല്യതയും ഉറപ്പാക്കുന്നതിന് കൂടുതൽ ജില്ലകൾ ആവശ്യമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് വാദമുയരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും 3 പുതിയ ജില്ലകളുടെ രൂപീകരണത്തിനാണ് ശക്തമായ ആവശ്യമുയരുന്നത്. അതിലാദ്യം തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലയിൽ നിന്നാണ്. നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ വിസ്തൃതിയും കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയും ഭരണനിർവഹണം സങ്കീർണമാക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതിയുടെ പ്രധാന ആവശ്യം. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖല, പ്രത്യേകിച്ച് കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥയിലാണെന്നും വയനാടിനേക്കാൾ കുറഞ്ഞ പ്രതിശീർഷക വരുമാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതെന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നു. ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഈ മേഖലയുടെ സമഗ്ര വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവരുടെ വാദം. MLA കെ ആൻസലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും 1,00,000-ഓളം പേർ ഒപ്പിട്ട ഭീമഹർജിയും ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വികസനത്തിനും ചെറിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ജില്ല രൂപീകരിക്കുന്നത് ദേശീയ തലത്തിൽ ഫലപ്രാപ്തി കണ്ടിട്ടുള്ള ഒന്നാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നെയ്യാറ്റിൻകര ലത്തീൻ രൂപത മോൺസിഞ്ഞോർ ഫാദർ ജി ക്രിസ്തുദാസ്, അരുവിപ്പുറം മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമികൾ തുടങ്ങിയവരും ഈ ആവശ്യം ഉന്നയിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. നെയ്യാറ്റിൻകര, കാട്ടാക്കട പ്രദേശങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതശൈലിയും ഭൂപ്രകൃതിയും, അതായത് കുന്നുകളും വനപ്രദേശങ്ങളും അധികമായ ഉള്ള ഇടമാണ്. എന്നാൽ പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഭരണച്ചെലവ് വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ടെക്നോളജി ഉപയോഗിച്ച് ഭരണം കാര്യക്ഷമമാക്കുന്നതാണ് ജില്ലാ വിഭജനത്തിന് പകരമുള്ള പരിഹാരമെന്ന് ചിലർ വാദിക്കുന്നു. നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് പ്രാദേശിക വികസനത്തിന് പുതിയ അവസരങ്ങൾ തുറക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ നെയ്യാർ ഡാം, അഗസ്ത്യാർകൂടം, പൂവാർ കായലുകൾ എന്നിവയുടെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഇത് സഹായിക്കും. എന്നാൽ ജില്ലാ ആസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണപരമായ പ്രാധാന്യം നിലനിർത്തേണ്ടതും വെല്ലുവിളികളാണ്. രണ്ടാമതായി, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയായ മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല വേണമെന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരാവശ്യമാണ്. 1969 ജൂൺ 18 രൂപീകൃതമായ ഈ ജില്ലയിൽ ഏറനാട്, തിരൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, തിരൂരങ്ങാടി, കൊണ്ടോട്ടി എന്നീ 7 താലൂക്കുകളും 12 നഗരസഭകളും ഉൾപ്പെടുന്നു. 2011 സെൻസസ് പ്രകാരം 41 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ദേശീയ ശരാശരിയുടെ ഏകദേശം 3 ഇരട്ടിയോളം ജനസംഖ്യയുള്ള ജില്ലയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ആവശ്യം. തിരൂർ, പൊന്നാനി, താനൂർ തുടങ്ങിയ താലൂക്കുകൾ പുതിയ ജില്ലയിൽ ഉൾപ്പെടുത്താമെന്ന് വാദിക്കുന്നവരുണ്ട്. ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു ജില്ലയുടെ ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വികസന പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനും പുതിയ ജില്ല അനിവാര്യമാണെന്ന് മലപ്പുറത്തെ പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വാദിക്കുന്നു. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ, പടിഞ്ഞാറൻ മേഖലകളിലുള്ളവർക്ക് നിലവിലെ ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്തേക്കെത്താനുള്ള ബുദ്ധിമുട്ടും ഈ ആവശ്യം ഉയർത്തുന്നതിനുള്ള ഒരു കാരണമാണ്. ഏറ്റവും ഒടുവിൽ 2025 ജൂണിൽ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി, ഇടുക്കി ജില്ലയെ വിഭജിച്ച് തൊടുപുഴ, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന ആവശ്യവും ശക്തമാണ്. 4612 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയോടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. 1972 ജനുവരി 26 രൂപീകൃതമായ ഈ ജില്ലയിൽ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, തൊടുപുഴ എന്നീ താലൂക്കുകൾ ഉൾപ്പെടുന്നു. ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള തൊടുപുഴയും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് ആവശ്യം. ഇടുക്കി ജില്ലയുടെ വലിയ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയും ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ജില്ലാ ആസ്ഥാനമായ പൈനാവിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും ഈ ആവശ്യത്തിന് പിന്നിലുണ്ട്. മൂവാറ്റുപുഴയെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ 1982 പത്തനംതിട്ട ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇനിയൊരു ജില്ലയുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ ആവശ്യത്തിൻ്റെ ചരിത്രപ്രധാനമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴ, കോതമംഗലം പ്രദേശങ്ങൾ കാർഷിക ചെറുകിട വ്യവസായ മേഖലകളാണ്. കൊച്ചിൻ മഹാനഗര വികസനത്തിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ തളച്ചിടപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് ഒരു പുതിയ ജില്ലയിലൂടെ പ്രത്യേക വികസനം സാധ്യമാകുമെന്നാണ് വാദം. കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ വടക്കൻ തിരുവിതാംകൂറിൻ്റെ തനതായ സംസ്കാരമുള്ള ഈ പ്രദേശങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ ഭരണ യൂണിറ്റ് ലഭിക്കുന്നതിലൂടെ കൂടുതൽ പുരോഗതി നേടാൻ സാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിലെ കർഷകർക്ക് കൂടുതൽ ഭരണപരമായ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും പുതിയ ജില്ല ഗുണകരമാകുമെന്നും അവർ പറയുന്നു.
പുതിയ ജില്ലകളുടെ രൂപീകരണം എപ്പോഴും ഭരണപരമായ കാര്യക്ഷമത, വികസനത്തിൻ്റെ തുല്യത, പ്രാദേശിക ജനങ്ങളുടെ സൗകര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും ഒപ്പം ഭൂമിശാസ്ത്രപരമായ അതിർത്തി തർക്കങ്ങൾക്കും കാരണമായേക്കാം എന്ന വാദങ്ങളും നിലവിലുണ്ട്. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ പുതിയ ജില്ലകൾ ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ പ്രവിശ്യയിൽ 9 ജില്ലകൾ ഉണ്ടായിരുന്നു. ഇത് ചരിത്രപരമായി കൂടുതൽ ജില്ലകൾ രൂപീകരിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭരണപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും കേന്ദ്രവിഹിതത്തിൽ ഇത് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നും പുതിയ ജില്ലകൾ ആവശ്യപ്പെടുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ 14 ജില്ലകൾ ഈ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭരണപരമായ ആവശ്യങ്ങൾക്ക് പര്യാപ്തമല്ലെന്നാണ് വാദം. കേരളത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഭരണ സൗകര്യവും വികസനവും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ചർച്ചയാണ്. തിരുവനന്തപുരം വിഭജിച്ച് നെയ്യാറ്റിൻകര, മലപ്പുറം വിഭജിച്ച് തിരൂർ, ഇടുക്കി വിഭജിച്ച് തൊടുപുഴ, മൂവാറ്റുപുഴ എന്നിവ കേന്ദ്രീകരിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് പ്രാദേശിക വികസനത്തിനും ഭരണകാര്യക്ഷമതയ്ക്കും വഴിയൊരുക്കും. എന്നാൽ സാമ്പത്തിക ബാധ്യതകൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, ഭൂമിശാസ്ത്രപരമായ ഐഡന്റിറ്റി എന്നിവ ഈ പ്രക്രിയയിൽ വെല്ലുവിളികളായി നിലനിൽക്കുന്നുണ്ട്. സർക്കാർ, ജനപ്രതിനിധികൾ, ജനങ്ങൾ എന്നിവർ തമ്മിലുള്ള സമഗ്രമായ ചർച്ചകൾ വഴി ഈ ആവശ്യങ്ങളുടെ പ്രായോഗികത വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഈ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലാണോ, എപ്പോൾ തീരുമാനമുണ്ടാകും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.